ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കല്യാണത്തിന് ശേഷം വീട്ടിൽ അപ്പനും അമ്മയ്ക്കും ഒന്ന് സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി അടിച്ചു കയറി ചെല്ലുവാണ് വീട്ടിലോട്ട്. അവരുടെ റിയാക്ഷൻ എന്താണെന്നും കാണാം. അവസാനം ഞങ്ങൾക്ക് വമ്പനൊരു പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും കാണാം. ഇപ്പോൾ മുംബൈ എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഫ്ലൈറ്റ് 3 മണിക്കൂർ ഡിലേ ആണെന്ന്. അപ്പോൾ സബാഷ്, എല്ലാം അടിപൊളിയായി. അപ്പോൾ കെട്ടിയോൻ കുവൈറ്റിൽ നിന്ന് കയറിയിട്ടുണ്ട്. എൻ്റെ പാവ ഇൻട്രോവേർട്ട് കെട്ടിയവന് വേണ്ടിയിട്ട് കുവൈറ്റിൽ നിന്നും വോയിസ് ഓവർ കൊടുക്കുന്നതും ഞാനാണ്. കെട്ടിയവൻ വെളുപ്പിനെ തന്നെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് എടുത്ത് അബുദാബിയിലെത്തി. ഫ്ലൈറ്റിലാകെ മൊത്തം 4-5 ആൺപിള്ളേരും ബാക്കി ഫിലിപ്പിനി പിള്ളേരുണ്ടായിരുന്നത് കൊണ്ട് ആൾക്ക് ബോറടിക്കാതെ അബുദാബി വരെ എത്തി. ഈ ട്രിപ്പിൽ മൊത്തം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കല്യാണത്തിൻ്റെ ശേഷം ആദ്യമായിട്ട് കാണാൻ പോവാം ഞങ്ങൾ തമ്മിൽ. വീട്ടുകാരെയും കാണാം, പിന്നെ ഞങ്ങളുടെ കുഞ്ഞ് കാൽസൂട്ടൻ, ഇപ്പം അവൻ വലുതായിട്ടുണ്ട്, അവനെയും കാണാം. അവൻ ഞങ്ങളെ തിരിച്ചറിയുമെന്നൊന്നും അറിയാമല്ലോ. 1 മാസമാണ് ഞങ്ങൾക്ക് ആകെ അവൻ്റെ കൂടെ കിട്ടിയത്. ഇപ്പോൾ അവൻ ഞങ്ങളെ ഓർക്കുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അവനിപ്പോൾ ഞങ്ങളെ ഒന്നും വേണ്ട, പപ്പയുടെ പുറകെ വാലുമായിട്ട് നടക്കലാണ് അവൻ്റെ മെയിൻ പരിപാടി. ഇപ്പം നമ്മൾ കാണുന്ന അബുദാബി എയർപോർട്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. രാവിലെ 7:30 ആയപ്പം അബുദാബി എയർപോർട്ടിലെത്തി. ഇനിയിപ്പം 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് 9:30 ആകുമ്പോഴത്തേക്കിനാണ് കൊച്ചിക്കുള്ള അടുത്ത ഫ്ലൈറ്റ് ഉള്ളത്. സർപ്രൈസ് ആയിരുന്നതുകൊണ്ട് തന്നെ വീട്ടുകാരെ ഒന്നും വിളിക്കാനും പറ്റുന്നില്ല. പിന്നെ കുറേ നേരം ഫോണിൽ തോണ്ടി ഇരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ബോറടിക്കുന്നുണ്ടായിരുന്നു. തന്നെയല്ലേ, കൂടെ ആരും ഇല്ലല്ലോ, ഒന്ന് വർത്താനം പറയാൻ പോലും പറ്റൂലല്ലോ. അതുകൊണ്ട് അതുവഴി ഇതുവഴിയൊക്കെ നടന്ന് കുറച്ച് നേരം വായി നോക്കി സമയം കളഞ്ഞു. അങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കുപ്പികളൊക്കെ നല്ല സ്റ്റൈലായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് കണ്ട് കണ്ണും മിഴിച്ച് കുറേ നേരം നോക്കി നിന്നു. നോക്കി നിൽക്കാനല്ലേ പറ്റൂ, വില നോക്കിയാൽ പിന്നെയും കണ്ണ് തള്ളും. അല്ലെങ്കിൽ തന്നെ മദ്യപാനം നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമല്ലേ, അതല്ലേ അതിൻ്റെ ശരി. കറക്കമൊക്കെ കഴിഞ്ഞു, ഏകദേശം നമുക്ക് പോകാനായിട്ടുള്ള സമയമൊക്കെ ആയി. അപ്പം അബുദാബി ബൈ ബൈ. ഇനി നമുക്ക് നമ്മുടെ ഫ്ലൈറ്റിലേക്ക് പോകാം. ഈ കിടക്കുന്ന ഫ്ലൈറ്റാണ് നമുക്ക് പോകാനുള്ളത്. ബാഗേജൊക്കെ വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറാം. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുവാണ്. വിൻഡോ സീറ്റ് കിട്ടിയതുകൊണ്ട് നമുക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളി വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട്. ഒരു വിസ്കി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാലഡ് ഉണ്ട്, പുഡിംഗ് ഉണ്ട്, ഒരു ബ്രെഡ് പീസ് ഉണ്ട്, പിന്നെ റൈസും ചിക്കനും വെള്ളവും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് മയങ്ങി. എണീറ്റപ്പോൾ നല്ല ഭംഗിയുള്ള ആകാശം, നല്ല പച്ചപ്പൊക്കെ കണ്ടു. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് കൊച്ചിയിൽ ലാൻഡാവും. ഈ സമയമൊക്കെ ഞാൻ മുംബൈ എയർപോർട്ടിൽ പോസ്റ്റ് അടിച്ചിരിക്കുമായിരുന്നു. 3 മണിക്ക് വരേണ്ട എൻ്റെ ഫ്ലൈറ്റ് എന്തോ വെതർ ഇഷ്യൂസ് കാരണം 6 മണി കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് വന്നത്. അപ്പോൾ ഫ്ലൈറ്റ് വന്ന് ഫ്ലൈറ്റിൽ കയറാനായിട്ട് നമ്മൾ പോവാണ്. വിൻഡോ സീറ്റ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് അവസാനം കിട്ടിയത് വിങ്സിൻ്റെ അവിടെ ആയിപ്പോയി. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് വലുതായിട്ടൊന്നും കാണാനൊന്നും ഇല്ലായിരുന്നു. നല്ല വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കൊച്ചിയിലെത്തി. ആ ഫോണും പിടിച്ച് നിൽക്കുന്നതാണ് എൻ്റെ കെട്ടിയവൻ. 3 മണിക്ക് വന്ന് 5 മണിക്കൂർ പോസ്റ്റ് ആക്കിയതിന് ഉള്ളിൽ ചീത്തയും വിളിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ പാവം കെട്ടിയവൻ. അങ്ങനെ നീണ്ട 10 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി. അപ്പം ഇതാണ് എൻ്റെ മിസ്റ്റർ ഇൻട്രോവേർട്ട് കെട്ടിയവൻ. ആൾക്ക് മനസ്സിൽ ഒരുപാട് ചീത്ത വിളിക്കണമെന്നുണ്ടെങ്കിലും ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നാട്ടുകാരുടെ മുന്നിൽ വൻ ഡീസൻ്റാണ്. 2 ഫുഡീസ് ആയതുകൊണ്ട് നേരെ മന്തി കഴിക്കാനായിട്ട് വിട്ടു. അടിപൊളി. നാട്ടിലെ മന്തി കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ്. ഞാൻ മന്തി പറഞ്ഞതുകൊണ്ട് അവനൊരു ഷവർമയിൽ ഒതുക്കി. കാരണം എനിക്ക് ആർത്തി മാത്രമേ ഉള്ളൂ. അവൻ എൻ്റെ ബാക്കി മന്തിയും കൂടെ കഴിക്കാനുള്ള വയറ് വേണം. അങ്ങനെ വീടെത്തി. ഭാഗ്യത്തിന് ഗേറ്റ് പൂട്ടാത്തത് കൊണ്ട് ചാടേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ കാൽസൂട്ടൻ ഭയങ്കര കോപ്പറേറ്റീവായിരുന്നു. ഒന്ന് കുരച്ച് വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചതുപോലും ഇല്ല. കുറച്ച് നേരം അവനോട് കിന്നാരമൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആൾക്ക് കാര്യം മനസ്സിലായി ആരാണെന്നുള്ളത്. കുറച്ച് പതുക്കെ ആണെങ്കിലും ആൾക്ക് ക്ലിക്കായിട്ടുണ്ട്. മണത്ത് പിന്നെ
മൂളലായി, പരിഭവമായി. പിന്നെ വീട്ടിൽ ചെന്ന് ലൈറ്റ് ഇട്ടു, കോളിംഗ് ബെല്ലടിച്ച് വീട്ടുകാരെ എണീപ്പിച്ചു. നല്ല ഉത്തരവാദിത്തമുള്ള പട്ടിയ, തിരിഞ്ഞു നോക്കുന്നില്ല. കഴിക്കാൻ കയ്യിലുള്ള ഞാൻ കൂട്ടായിരുന്നു. ഞാൻ കഴിക്കാൻ കഴിയില്ല. ഹോട്ടലിൽ കുറ്റി വെച്ച് സംസാരിക്കാൻ പറ്റില്ല. അടുത്ത ദിവസം എൻ്റെ വീട്ടിൽ പോയി. കോളിംഗ് ബെൽ അടിക്കാൻ ചെന്നപ്പോഴത്തേക്കിനും ദോ അവിടെ ഒരു എട്ടുകാലി. എനിക്കാണ് ഈ സാധനത്തിന് ഭയങ്കര പേടിയാണ്. ഊതിയിട്ടും പോകുന്നുമില്ല. അവസാനം ഒരു വിധത്തിൽ ഞാൻ ബെല്ലടിച്ചു. മമ്മയും പപ്പായും വെയിറ്റ് ചെയ്ത് നിന്നപ്പം ദോണ്ടെ മമ്മ അപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പ വരുന്നു. ഭയങ്കര സർപ്രൈസായി. മണ്ണല്ലേ ചുമ്മാ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇനിയും കാണാനായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.